ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ്. തട്ടിക്കുട്ട് ചെമ്മീൻ റോസ്റ്റ് എന്നും പറയാം. എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ് അതിന്. അപ്പോൾ കണ്ടു നോക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കണേ. അപ്പോൾ നോക്കാം. കുനുകുനാന്നരിഞ്ഞ് വെച്ച ഒരു സവാളയും 15-16 ചെറിയ വെളുത്തുള്ളി നടുകീറിയതും ഒരു തക്കാളിയും പിന്നെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മട്ടൻ മസാല, ഇത്ര സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും പിന്നെ വേണ്ടത് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് പ്രോൺസ് വേണം. അതിൽ ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ഞാൻ അവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതും ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ചട്ടി നന്നായി ചൂടായി, വെളിച്ചെണ്ണ നന്നായി ചൂടായി, ഇതിലേക്ക് കുനുകുന അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വഴണ്ട മതി. അപ്പോൾ അതിന് ശേഷം സവാള ഇട്ട് കൊടുത്തിട്ട് വഴറ്റാണ്ട് പിന്നെ ഒരുമിച്ച് വഴറ്റാം. ചെറിയ ഉള്ളി ഇത്തിരി കൂടുതൽ കൊണ്ടായിട്ട് അരിഞ്ഞത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇട്ടത്. ഇനി ഇത് രണ്ടും കൂടി അതുകൊണ്ടാണ് ഒന്ന് വഴണ്ട ശേഷം ഇത് സവാള ഇട്ടത്. സവാള പിന്നെ പെട്ടെന്നായി കിട്ടും, കുനുകുനാന്ന് അരിഞ്ഞതല്ലേ, അതുകൊണ്ട്. അപ്പോൾ രണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാടി വരുമ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ കഷ്ണം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി ഇതും ചതച്ചത് ആണ്, അല്ലെങ്കിൽ നുറുക്കിയതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇട്ടിട്ട് പച്ചമുളകും ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് വെച്ച പൊടി ഐറ്റങ്ങൾ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് തക്കാളിയും ഉപ്പും ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളം, അര ഗ്ലാസ് ഉണ്ടാവില്ല, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ മസാലയൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിന് മീതേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഫസ്റ്റും പിന്നെ ബാക്കി 1/4 കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നന്നായി തിളച്ച് വറ്റിച്ചിട്ട് നമുക്ക് അങ്ങനെ കുറുക്കി പരുവത്തിൽ നിങ്ങൾക്ക് വെള്ളം പോലെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇത് ഈ സ്റ്റേജിലാവുമ്പോൾ നമുക്ക് മതിയെന്ന വെള്ളം, ഈ ആവശ്യത്തിനുള്ള വെള്ളത്തിൽ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂക്കിയതിന് ശേഷം ഒന്നും കൂടി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ, റോസ്റ്റ് ഉണ്ടാക്കണം, ഒന്നും കൂടി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒന്നും കൂടി വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോഴും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് തുറന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഇതാണ്, റോസ്റ്റാണ്. ഇത് നമുക്ക് ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പം പിട്ടുവിൻ്റെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പം സൂട്ടായി പോകും. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വായിൽ വെള്ളം വരണം പറയുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.